ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൾ. ഇപ്പോൾ രവാടി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഉറങ്ങി എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പൂരി ചെറിയ പൂരിയാണ് സെറ്റ്. ഇതവിടെ പൂരി, ചെറിയ പൂരി കഴിക്കുകയാണ്. ചെപ്പു, ഹൗസ് ഇറ്റ് യുവർ പൂരി മാൻ? യെസ്, ചെറിയ പൂരിയാണ്. പൂരി പാക്കറ്റിലാക്കി കൊടുന്നിട്ട് നൈസ്. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കറിയും ഉണ്ട്. നൈസ്. അപ്പോൾ റിവാടി ജംഗ്ഷനിൽ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ഞങ്ങളുള്ളത് റിവാടി എന്ന ജംഗ്ഷനിലാണ്. ഇപ്പോൾ ഡൽഹി വഴിയല്ല പോയത്. അപ്പോൾ ഇതൊരു പുതിയ സാധാരണ ട്രെയിൻ പോകുന്ന ട്രാക്കല്ല. എന്തോ ഡൽഹിയിൽ നിന്ന് ഫ്ലഡ് കാരണം ആ വഴി ട്രെയിൻ പോകുന്നില്ല. എന്നിട്ട് പറയും, ചെപ്പ് പറയും. വാട്ട് യു ഈറ്റ്? പൂരി. റിവാടി പൂരി മിൽക്ക്. ഇപ്പം നമ്മളോട് ചെപ്പുള്ളത് റിവാടി. ഈ റിവാടി ശരിക്കും നമ്മളെ ട്രെയിൻ പോകുന്ന റൂട്ടാണോ? അല്ല. വൈ? എന്തുകൊണ്ടാണ് ഇതിലൂടെ പോകാൻ കാരണം? ഡൽഹി ആ വഴിക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ, ഏത് വഴി പോയാലും നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പൂരി വാങ്ങിയിട്ടുണ്ട്. ഗുഡ്, നോട്ട് വെരി ഗുഡ്, ഗുഡ്സ് അല്ലേ? അതെ, ഓക്കെ. ഫ്രീ ആയിട്ട് പ്രേക്ഷകർക്ക് ഡബിൾ ഡെക്കർ ട്രെയിനിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ ട്രെയിനടോ? ഇതിന് പേരെന്താ? രാവിലെ രണ്ടാമത്തെ. ഇതിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്ക്. സൂപ്പർ സാധനം ഇതല്ലേ? ബജിയാണ്. ഈ ബജി ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കടലമാവ് പോലത്തെ അല്ലേ? മുളക് ബജിയോ? മുളക് ബജി ഇതിനകത്ത് മുളകുണ്ട്. എന്തായാലും സംഗതി കൊള്ളാം. പിന്നെ ചെറിയാപ്പു ഇപ്പോഴും എണീറ്റിട്ടില്ല. പ്രേക്ഷകർ മുഴുവൻ ചെറിയാപ്പുവിനെ ചോദിക്കുന്നു, ചെറിയാപ്പു എണീക്കൂ, ചെറിയാപ്പു. ചെപ്പു is here full time eating and this is bread omelette. സംഭവം ലുക്ക് ഉണ്ട് ഈ കാണാൻ. കൊള്ളാം. സാറ് പിന്നെ ഉപ്പുമാവ് ലവറാണ് അല്ലേ? അപ്പൊ ഇന്നലെ ഉപ്പുമാവായിരുന്നു അല്ലേ? ആ വിശ്വാസത അല്ലേ? ഉപ്പുമാവ് ഞാൻ ടെസ്റ്റ് നോക്കി, കൊള്ളാം. ഇപ്പൊ വീണ്ടും പേരെന്തേലും ബിബിനോ ശങ്കരൻ. ശങ്കരൻ വീണ്ടും ബാജി കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു നേവി ഓഫീസറാണ്. ബിസിനസ്മാൻ. ആദ്യമായിട്ടാണ് നേവി ഓഫീസറെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നത്. അതിന്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. രാവിലെ തീറ്റ നിർത്താതെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലശ്ശേരി മുത്തോടെ ഉണ്ട്. ഹായ്. ഗൈസ്, നമ്മുടെ നീല ബോഗി ട്രെയിൻ ഒരുപാട് നേരമായി ഓണടിക്കുന്നു. ഇപ്പോൾ 1.25 മണിക്കൂറോളമായി, ഇപ്പോഴും എടുത്തിട്ടില്ല. ഒരു ചായ വാങ്ങാൻ വന്നതാണ്. ഓക്കെ. ഹായ് ഗൈസ്, ഞങ്ങൾ അലഞ്ഞു നടക്കുകയാണ് കിട്ടത്തരമില്ലാതെ. ഒരു ചായ കിട്ടാൻ എന്താണ് പോയി? ചായ ചെറിയ ചിരിച്ചാണ് ഉറങ്ങിയിരുന്നത്. ഓക്കെ, വി ഗോ ടേക്ക് ബ്ലാക്ക് ടീ. താങ്ക് യു. കുട്ടിമാൻ എത്ര കാലമായി കണ്ടിട്ട്.
എല്ലാവരും കട്ടൻ ചായ കുടിച്ച് വൈബടിക്കുന്നു. നൊസ്റ്റാൾജിയ. ഹലോ ഗൈസ്, ട്രെയിൻ ആകെ ലേറ്റാണ്. ചെപ്പ് കിടക്കാൻ തുടങ്ങി. ചെറിയ പുപ്പിൾ എണീറ്റിട്ടില്ല. മോർച്ചറിയിലെ ശവം പോലെ കിടക്കുക. ടൊമാറ്റോ സൂപ്പ്, മഞ്ചോ സൂപ്പ്. എല്ലാവരും അഗാധമായ ചർച്ചയിലാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്തു ഞങ്ങൾ. അതുപോലെ വയനാട് ദുരന്തത്തെ കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ ഒരുപാട് നാട്ടിലെ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ച മാത്രം നടക്കുന്നുണ്ട്. നല്ല ചർച്ചയായിരുന്നല്ലേ രാവിലെ. ഹലോ ഗൈസ്, ഒരു എയർപോർട്ട് കാണാം. ഒരു നിലയും വിലയില്ലാത്ത എയർപോർട്ട്. ഓ കുഴപ്പമില്ല. ഒരുപാട് നേരം ബോറടിച്ചപ്പോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഷോപ്പൊക്കെ ഉണ്ട്. റെയിൽവേന്റെ ഏരിയ ഇത് ഹരിയാന കണ്ടല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് പിന്നെ നമ്മളൊക്കെ ലൈഫാണ്. രണ്ട് വാക്കിനെ കുറിച്ച് പറയും. മോഡിയുടെ അതെ, എന്താ അവസ്ഥ അല്ലേ. നല്ല രസമായിക്കട ഓൽക്ക്. അതെ, നല്ല രസമായിരിക്കും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമായിരിക്കും. ഇതിപ്പോ സ്ഥലം ഏതാ കറക്റ്റ്? ഡൽഹിയാണ്. ഡൽഹിന്റെ ഏരിയ ആണ്. ഡൽഹി സ്റ്റേഷൻ അടുത്ത് താമസിക്കുന്ന അവസ്ഥ. ഇപ്പോൾ കാണുന്ന അദാനിയുടെ കാർക്കാട്ടാണ്. രണ്ട് വാക്ക് പറഞ്ഞ പക്ഷേ അദാനി കാർക്കാട്ടിനെ കുറിച്ച്. അതേ പറഞ്ഞു നമ്മള്. അതെ, ശരിക്കും നമ്മൾ അപ്പോഴും പറഞ്ഞപ്പോ പബ്ലിക് ആക്കണ്ട, പ്രൈവറ്റ് മതിയെന്ന്. ഡൽഹി മെട്രോന്റെ ട്രാക്കാണ്. മുകളില് മെട്രോ, താഴെ ചേരിൽ താമസിക്കുന്ന ജനങ്ങൾ. ബിബിൻ സാറുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മുഖം. തൊട്ട് ചാരിയാണ് വീട്. കൈസ് ചെറിയ കുട്ടികളൊക്കെ വീക്കറിയപ്പോ ട്രെയിനാണ്. ഇടക്ക് നടക്കണ്ടാവും ആക്സിഡന്റ് ഒക്കെ. അറിയില്ലടാ. മുത്താണ് ചങ്കാണ് ചെറിയപ്പ. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ചെറിയപ്പ എണീറ്റിരിക്കുകയാണ്. രാവിലെ കൃത്യം ഇത്രയും സമയം 12 11:30 മണിയായപ്പോ ചെറിയപ്പോ എണീറ്റ്. ഇനി ചായ കുടിക്കണം, പല്ല് തേക്കണം, ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. വാട്ട് ഈസ് ദ മോട്ടീവ് ബിറ്റ്വീൻ ഇത്ര നേരം ഉറങ്ങൽ? ഇന്നലെ വരെ വലിയ ഡയലോഗ്. പക്ഷെ ഏറ്റവും ക്യാമറ ഫേസ് ചെപ്പൂനാട്ടോ. സോ ഡേഞ്ചർ ഗൈസ്. അതായത് ഒരു ചേരിയാണ് ഡൽഹിയിലെ. ജസ്റ്റ് ഇതിന്റെ ഒക്കെ ഒരു വീടിന്റെ ഷീറ്റ് അല്ലെങ്കിൽ സെൻഷീഡ് ഒക്കെ ട്രെയിനിൽ തട്ടുന്ന രീതിയിലാണ് ട്രെയിൻ പോകുന്നത്. ഇത്രയും ഡേഞ്ചറാണ്. എപ്പോഴും ട്രെയിൻ പോകുന്നുണ്ടോന്ന് അറിയില്ല. ജസ്റ്റ് ഒരു കാലെടുത്ത് വെച്ചാൽ പോലും അത് പാളത്തിലേക്ക് തട്ടുന്ന രീതിയിലാണ് യാത്ര. ആകെ സീനാണ് യാത്ര. എന്താണ് ചെപ്പത്? രണ്ട് വാക്ക് പറ ചെപ്പ് യാത്രയെ കുറിച്ച്. ഇന്ത്യയുടെ മറ്റൊരു ഭീകര മുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇത്രയും കഠിനതയിലൂടെ കടന്നു പോകുന്ന ജനതയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെ, ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കൂടെ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ട്രെയിൻ വഴി തിരിച്ച് വെട്ടുകൊണ്ട് പോവാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ടു ഡേഞ്ചർ. കല്യാണ പരിപാടി. ഈ വീട്ടിലെ ചെടിച്ചട്ടിലെ ചെടിയുടെ ഇലകളൊക്കെ ട്രെയിനിൽ തട്ടുന്നുണ്ട്. പറയല്ലേ, അൺഎക്സ്പ്ലോർഡ് ഇന്ത്യ. യെസ്, യു ആർ റൈറ്റ് മാൻ.
ഇതിന്റെ അപ്പുറത്തല്ലേ. ഹലോ ഗൈസ്, ഇതാണ് ട്രെയിനിലെ ഒരു അടുപ്പ് സെറ്റപ്പ്. ഒരു ഫോയിൽ പോലെയാണ് ട്രെയിനിലെ അടുപ്പ് വർക്ക് ചെയ്യുന്നത്. പൊറാട്ട തീർച്ചയായും അവിടെ ഉച്ചക്കുള്ള ഭക്ഷണത്തെ കുറിച്ച് ചോദിച്ചറിയുകയാണ്. ഗൈസ്, നമ്മുടെ സ്ലീപ്പറിൽ നമ്മൾ കണ്ടുമുട്ടിയ കൊയിലാണ്ടിക്കാരാണ്. ടോട്ടൽ 7 പേരുണ്ട്. ഓക്കെ, നമ്മൾ ഫ്രീ സമയത്ത് അവിടെ ബോറടിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കും. ജുറേജൻ ടീം ഇവിടെ ലുഡോ കളിച്ച് സമയം കളയുന്ന കൊയിലാണ്ടി വല്ല ആത്മീയം. അപ്പോൾ നമ്മൾ ഡൽഹി കഴിഞ്ഞു ഏകദേശം. ലുഡോ അവസാന ഘട്ടത്തിലേക്കാണ്. അടിയാവും തോന്നുന്നുണ്ട്. നമുക്ക് കൊയിലാണ്ടി ടീംസിൻ്റെ ഒരു അടി കാണാനുള്ള അവസരമുണ്ട്. ചെറിയാപ്പ അവിടെ കളി കണ്ട് വിലയിരുത്തുന്നു, ഋഷാദും വിലയിരുത്തുന്നുണ്ട്. ചെറിയാപ്പ് JBL സ്പീക്കർ ഇറക്കിയിരിക്കുകയാണ് ബാഗിൽ നിന്ന്. ഇപ്പോൾ ഇതാ ഇവിടെ പാല് ചെക്കന് പാലെടുക്കി മിൽക്ക് മസാല ദോശ സൂപ്പർ, മസാല ദോശ സൂപ്പർ, ये समुद्री गाय का दूध है भाई साहब, समुद्री गाय का। गाय समुद्र में रहती है, पानी ज्यादा पीती है। फास्ट आइटम मुत्ते चाय उड़कणोക്കെയാണ് मुत्तमणि। आपका नाम क्या है? मेरा नाम महेश, ब्रह्मा विष्णु महेश। महेश, रोज नरक तक जाना, रोज सुरक्षा से निकाल के आदमियों को लाना। യൂട്യൂബ് में दिखाओ आपके वीडियो। ഗൈസ്, ചെറിയാപ്പ് 2 മുട്ടയുള്ള അണ്ട ബിരിയാണി കഴിക്കുകയാണ്. അണ്ട ഗൈസ്, ചെറിയാപ്പുവിന്റെ കുട്ടികളികൾ അവസാനിക്കുന്നില്ല. യെസ്, ഹിന്ദിക്കാരനെ ഫുൾ മൂടാക്കുകയാണ്. പഞ്ചാബി വാല. ഓരോ ബസ് സ്റ്റൈലിലെ ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്ത് ആദിത്യല്ലേ, ആദിത്യ തലശ്ശേരിക്കാരൻ ഇവിടുന്ന് യാത്ര പറയാണ്. 3 ദിവസത്തെ 3 ഡേ അല്ലേ, 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം താങ്ക് യു ഫോർ വണ്ടർഫുൾ ജേണി വിത്ത് യു. അതെ, വലിയ ബ്ലോഗർമാരാണ് ഈ കോപ്പറേറ്റ് വരുമ്പോൾ കട്ട് ചെയ്ത്. നമുക്ക് പിന്നെ കോപ്പറേറ്റിന്റെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാവരും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ആദിത്യന്റെ വിട പറയലിൽ. നേവി ഓഫീസർ ആകെ സങ്കടത്തിലാണ്. ഇർഷാദ്, എന്താണ് നമ്മുടെ ആദിത്യ യാത്ര പറയുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ പറയും? എന്താ ആദ്യമായിട്ട് 2 വാക്ക്? പഠിക്കട്ടെ, നല്ലൊരു കല്യാണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഓക്കെ, മിസ്റ്റർ ചെറിയാപ്പു, ചെറിയാപ്പു കൈയെടുക്കും. ഗൈസ്, ഇപ്പോൾ പുറത്ത് പോയപ്പോൾ കുൽച്ച, ഇതെന്താണാ? ഇത് പൂരി വിത്ത് കറി, എന്താ പട്ടാണി കടല പറഞ്ഞിട്ട് ഈ ദേഹമായി ഇങ്ങനെ വന്നപ്പോ ഈ ഒരു കറിക്ക് പകരം ബീഫ് കറിയോ ചിക്കൻ കറിയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ട്. നേവിക്കാരൻ വളരെ ആവശ്യത്തോടു കൂടി കഴിക്കുന്നുണ്ട്. ചെറിയാപ്പൂൻ്റെ സെൽഫി. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. നോൺ വെജ് മാത്രം കഴിക്കുന്ന ചെറിയാപ്പൂ ഇപ്പോൾ പൂരി വിത്ത് കടലക്കറി ഓർ ഇതെന്താണ് കുൽച്ച വിത്ത് കടലക്കറി എല്ലാം ചെറിയാപ്പൂ തട്ടുകയാണ്. ചെറിയാപ്പൂ കളി 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 എന്തൊക്കെയാണ് ചെറിയാപ്പൂ കഴിക്കണത്? ട്രെയിൻ ഭയങ്കര ലാഗാണ് ഗൈസ്.
പാടം നോക്കിയുള്ള യാത്രയിലാണ്. ഏകദേശം എത്ര മണിക്കൂറാണ് ലേറ്റ്? 6 മണിക്കൂറോ? മോർ ദാൻ 6. ഇത് പറയ്. മറ്റേ KFC അപ്പൊ ഡയറ്റിന്റെ ഭാഗമായിട്ട് കൊക്കോളയ്ക്കുന്ന ചെറിയ അപ്പു. ഞങ്ങളുടെ ദുർഘടമായ യാത്രയിൽ ഞങ്ങൾക്ക് രക്ഷകനായി നിൽക്കുന്നത് ഈ ചായ തരുന്ന, കട്ടൻ ചായ തരുന്ന ആരെ? അക്രം ഷെയ്ഖ് അൽ ഖുല്ലിബ. അക്രം ഷെയ്ഖാണ് നമുക്ക് കട്ടൻ ചായ തരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കട്ടൻ ചായ, കട്ടൻ കാപ്പി. ചെറിയ പുറത്തുനിന്ന് ഞങ്ങൾക്ക് കാഴ്ചകൾ. എന്തെങ്കിലും വെള്ളം മേടിക്കുവോ? പഴം 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 കേക്കുണ്ട്. ചെറിയ എന്റെ ഫാൻസോട് എത്തി. ചെറിയാപ്പൂ ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നത് കണ്ട് പേടിച്ച്. എനിക്ക് മനസ്സിലാണില്ല എന്തിനാണ് ചെറിയാപ്പൂ ഇത്ര ഭയക്കുന്നത്. അതെ, അത് മുഖമൊക്കെ പൊത്തി ആര് കാണാതിരിക്കാൻ വേണ്ടി ഉറങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പറയാൻ നിൽക്കുകയാണ്. ചെറിയാപ്പൂവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ചെറിയാപ്പൂ ചെറിയാപ്പൂ देगा भैया आशीर्वाद लेगा, दिया कर आशीर्वाद दिया कर ले बच्चा. ഇൻട്രോവേർട്ട് ചെറിയാപ്പൂ. ഗൈസ്, ഞങ്ങൾ ജലന്ധർ എത്താറായി. അപ്പോൾ 2-3 ദിവസം ഞങ്ങളെ സഹിച്ച പ്രിയ ബിപിൻ ചേട്ടൻ ആൻഡ് ശിവശങ്കർ ചേട്ടൻ ആൻഡ് പഞ്ചാബ് ചേട്ടൻ, താങ്ക് യു ഫോർ ബീങ് 2 days. അതെ, അപ്പോൾ ഒരുപാട് കഥകളും കാര്യങ്ങളും ചളികളും അല്ലേ, ചിരികളും എല്ലാം പറഞ്ഞുകൊണ്ട് യാത്രയുടെ ഏകദേശം അവസാനിക്കാറായി. ജലന്ധർ എത്താൻ ഇനി ഏകദേശം 10 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറയണേ പറഞ്ഞോളി. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ടു യു. We are post now. ഇറങ്ങാനുള്ള ക്യൂ ആണ് കാണുന്നത്. I am waiting for you, man. അഖിലിനെ പിടി. ഹലോ ഗൈസ്. വേണ്ട, കറക്കരുത്. അപ്പൊ പറ്റല്ലേ? ഓ, നമ്മളെ ദിസ് ഈസ് ജലന്ധർ സിറ്റി. ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ജലന്ധർ സിറ്റിയുടെ എല്ലാമായ അഖിലിൻ്റെ കൂടെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അവൻ താമസിക്കുന്ന വീട്ടിലേക്ക്. ഗൈസ്, ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. അപ്പോൾ ഇനി ഓട്ടോയിലാണ് യാത്ര. വളരെ വിദഗ്ധമായിട്ടാണ് അഖിലേ അങ്ങനെ ചൊറുക്കുണ്ടാ നീ കാണാൻ. യു ആർ സോ ക്യൂട്ട് മാൻ. ചെറിയാപ്പൂ ആവോ. ബാഗൊക്കെ ഇവിടെ ലഗേജിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ റെഡി. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. പഞ്ചാബിലെ വെടിക്കെട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടിക്കെട്ട് കേരളത്തിലും പഞ്ചാബിലും ഒരേപോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അതിഭയാനകമായ ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓട്ടോയിൽ യാത്ര തിരിക്കുകയാണ്. എങ്ങനെ? ഓക്കെ യെസ്. അപ്പോൾ ഏകദേശം ഈ ഓട്ടോയിൽ
ഓട്ടോയിൽ ഏകദേശം 11 പേര് പോകുന്ന ഓട്ടോ ആണത്. ഫുൾ സെറ്റപ്പാ. ഇതാണ് പുതിയ മന്തിക്കട, ഷഹീൻ മന്തി. ഓക്കെ, ലെറ്റ്സ് ഗോ.